Okay, good. Please mark your attendance. Toshin, answer to my question. Okay, Shahma K, can you answer? What does we mean by leap year? Unmute. Shahma K, can you hear me? Shahma? Yes. Then answer to my question. What is mean by leap year? ഒരു ക്ലാസ് കഴിഞ്ഞു, അതങ്ങോട്ട് സൂം ഓഫ് ചെയ്തു, അതുപോലെ അടുത്ത ക്ലാസ്സിലോട്ട് കയറിയല്ലേ. എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നെയുള്ളതാണെന്ന് ബോധ്യമുണ്ടോ? ആണോ? ഒരു ദിവസം പഠിച്ചത് അങ്ങ് കളയാൻ വേണ്ടിയിട്ടാണോ? അത് അടുത്ത ദിവസത്തിനോട് ഉപയോഗിക്കാനുള്ളതല്ലേ? അടുത്ത ദിവസമല്ല, ജീവിതം മുഴുവൻ ഉപയോഗിക്കാനുള്ളതാ. തീർത്ഥലക്ഷ്മി, തീർത്ഥലക്ഷ്മി, ഓക്കെ, ക്യാൻ യു സേ ദി ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ? I don't know, miss. What is mean by leap year? Then Muhammad case already absent ആയിരുന്നു ഇന്നലെ. Who is Nishan? Who is Nishan? Please turn on the video. Samuel, please turn on your video. ഇപ്പോൾ നിഷാൻ എന്ന പേരിൽ കയറിയത് ആരാണ് മക്കളെ? ആരാണ്? നിത. Okay, Nida, please enter in your own name. Anjo, turn on your video. Okay, leap year means the year which have 366 days in a year. Okay, it falls every 4 years. Okay, so yesterday we find how to find a year, leap year or not. Okay, how can we find if a year leap year or not? സിദ്ധാന്ത് ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു അല്ലേ? യൂട്യൂബ് കണ്ടായിരുന്നോ സിദ്ധാന്ത് കൃഷ്ണ? സിദ്ധാന്ത് ഇന്നലെ യൂട്യൂബ് കണ്ടായിരുന്നോ? ഗുഡ്. Then how can we find a year it is leap year or not? How can we find? Divide the number by 4. Repeat it. Divide the number by 4. Divide the, അത് ആരാണ് പറഞ്ഞത്? Angel, I am asking to Siddhant Krishna, not to you. ഓക്കെ, ആരോട് ചോദിക്കുന്നു അവരും മാത്രം. ആ കുട്ടി പഠിച്ചോ ഇല്ലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, മിസ്സിന് ആരാണ് മിസ്സിന്, കാരണം നിങ്ങളെ ഫേസ് കാണുമ്പോഴേ മിസ്സിന് ഏകദേശം അറിയാം. ഓക്കെ, ഞാൻ എൻ്റെ ക്വസ്റ്റ്യന് ആൻസർ തരാൻ റെഡി ആയിരിക്കുന്നവരെ കണ്ടാലും അല്ലാതിരിക്കുന്നവരെ കണ്ടാലും മിസ്സിന് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ ആരോട് ചോദിക്കുന്നു അവർ മാത്രം ആൻസർ പറയുക. അതൊരു ഡിസിപ്ലിൻ ആണ്. ചാടിക്കേറി ഉത്തരം പറയരുത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല കാര്യമാണ്, അറിഞ്ഞിരിക്കണം. പക്ഷെങ്കിൽ വെയിറ്റ് ഫോർ യുവർ ടേൺ. ഓക്കെ, നമ്മളുടെ അവസരം വരുമ്പോൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറൊരാളോട് ചോദിക്കുമ്പോൾ അത് ചാടിക്കേറി പറയാൻ പാടില്ല. ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്യരുതേ. സോ വി ക്യാൻ ഫൈൻഡ് എ ഇയർ, ലീപ് ഇയർ ഓർ നോട്ട്, ഡിവൈഡ് ദ നമ്പർ ബൈ 4. ഡിവൈഡ് ദ ഇയർ ബൈ 4. തന്നിരിക്കുന്ന ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഫ് ദ റിമൈൻഡർ ഈസ് 0, ദാറ്റ് ഇയർ ഈസ് എ ലീപ് ഇയർ. ക്ലിയർ? ഓക്കെ, റൈറ്റ് ടുഡേസ് ഡേറ്റ് ആൻഡ് സൈഡ് ഹെഡിങ് വീക്സ്. റൈറ്റ് ടുഡേസ് ഡേറ്റ്, side heading weeks. Juliet, please turn on your video. Only 17 participants. മക്കളൊക്കെ എവിടെ പോയി? ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇത് റിപ്പീറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ് ഇവനും പഠിച്ചോളാം എന്ന് പറഞ്ഞ കാലം ഇത് റിപ്പീറ്റേഷന് പോകാൻ സമയം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി സമയം കണ്ടെത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ സാഹചര്യം അനുകൂലമാണെങ്കിലേ പറ്റുള്ളൂ. സോ എഴുതുക, ഡേയ്സ് ഇൻ എ വീക്ക്.
ഓക്കെ, ആ ഡേയ്സിന്റെ പേരിൽ എഴുതി വെക്കുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സൺഡേ. Days of week. I hope you already know that. Yes? Mr. Side heading a date of week. Yes, that is side heading. Monday തൊട്ട് എഴുതിയാ മതിയോ? Yes, Monday. Okay. Finish. Muhammad Siad, please turn on your video. That is, മോളുടെ പേരെന്താ? സഫ ആണോ? മുഹമ്മദ് സിയാദ് എന്ന പേര് കയറിയിരിക്കുന്ന ആരാണ്? പ്ലീസ് എൻ്റർ യുവർ നെയിം. സഫ. ഓക്കെ, മോളുടെ പേരിൽ മാത്രമേ കയറാവുള്ളൂ കേട്ടോ. ഓക്കെ. Each month is divided into weeks. A month is generally has 4 weeks and plus a few extra days എന്നുള്ളത് നോർമൽ കേസ് വേണ്ട. Then a year has 52 weeks എന്നുള്ളതും കൂടെ എഴുതുക. You have to write each month is divided into weeks. A month generally has 4 weeks. A year has 52 weeks. That third 3 sentences. Okay. Miss, and Sunday കഴിഞ്ഞിട്ട് are the days of week എന്നും കൂടെ എഴുതണം. No, that is not enough. അത് ഫുൾ സെന്റൻസ് എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ഫുൾ കംപ്ലീറ്റ് മീനിങ് ഫുൾ ആയിട്ട് എഴുതുമ്പോൾ ഓക്കെ, ദാറ്റ് ഇസ് കറക്റ്റ്. Yes, who is that? ജോമലാൻ ജുവൽ. ആരാധ്യയാണോ? ഓക്കെ. Who is that? Siddhant, I can't see your face. Siddhant Krishna, I can't see your face. Good. Jomalan Jewel, Anjo, please turn on your video. Okay, next exercise 4.4. Exercise 4.4. A. How many days do the following months have? How many days do the following months have? March. You can write in the textbook itself. Okay. You can write the answer in the textbook itself. How many days are there in March? Miss, page number എത്രയാ? 122. 31. No, 122. ഈ ബുക്ക് തന്നെയല്ലേ നിങ്ങളുടേത്? തലതിരിഞ്ഞു പോകുന്നുണ്ടല്ലേ? ആ ബുക്ക് ചിലപ്പോൾ പേജ് യെസ്, മാർച്ചിൽ എത്ര ദിവസമാന്നുള്ളത് ആൻസർ എഴുതുക. ഞാൻ ചോദിക്കുന്നവർ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. Samuel, Jomalan Jewel, what happened to you? Please off the video on. Yeah, good. അവര് യൂണിഫോം ഇടാൻ പോയതാണെന്ന് തോന്നുന്നു അല്ലേ ജോമലാൻ ജുവൽ? എന്തോ ചെറിയ ട്രിക്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്, മനസ്സിലായി മിസ്സിന്. ചിരിക്കണ്ട, നിങ്ങളെ കാണുമ്പോഴേ മിസ്സിന് മനസ്സിലാവും കേട്ടോ. ഓക്കെ. So March has how many days? How many days? 31. Okay, and okay, ഞാൻ ആരോട് ചോദിക്കുന്ന അവര് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കണ്ടേ. Then how many days are there in October, Nida?
How many days are there in October? 31. October 31 undo. Yeah, good. Then next question is, okay, how many days are there in August? Angel Rose, how many days are there in August? 31. August has 31 days. Okay, good. Then January, Jomel, January. Jomel, can you hear me? Can you see? 31. January has 31. Okay, next June. Alan B. Sampson. How many days are in June? 31. June has 31 days. June has 31 days. Is it correct? No. Then which is correct answer? No. Which is correct answer? 30. 30 days. June has only 30 days. Simple kanakalle. Then already I told you to find which of the following years are leap year. എത്ര പേര് കണ്ടുപിടിച്ചു? എത്ര പേര് കണ്ടുപിടിച്ചു? എത്ര പേര് ഇത് കണ്ടുപിടിച്ചു? അറ്റ്ലീസ്റ്റ് പരിശ്രമിച്ച എത്ര കുട്ടികളുണ്ട്? മിസ് രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്തുകൊണ്ട് ചെയ്തില്ല? ഓൾറെഡി നമ്മൾ അത് ഇവിടെ രണ്ടെണ്ണം ക്ലാസ്സിൽ ചെയ്തതാണ്. ബാക്കി നിങ്ങളോട് ചെയ്യാൻ മിസ് പറഞ്ഞിരുന്നു. ഞാൻ 4 ചെയ്തു. ബാക്കി ഒരെണ്ണം ആര് ചെയ്യും കുട്ടാ? ഓക്കെ, ബാക്കി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അതെന്ത് പറ്റി? 4 ചെയ്ത പോലെ ബാക്കി 5. വെരി ഗുഡ്. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞേ. ആരൊക്കെയാണ് ലീപ് ഇയറിൽ വരുന്നത്? Which of the following year come? We already find 216 is a leap year. Then next ക്ലാസ്സിൽ വരുമ്പോഴത്തേന് ഇതിന് ആൻസർ കണ്ടുപിടിച്ചിടുക. പിന്നെ more than that, I already told you to write multiplication table of 1 to 10. Okay, 5 times in your back side of notebook. More than that, division, multiplication, subtraction and additions for 10 problems each of 4-digit numbers. Understood? Clear? Addition, subtraction, multiplication എന്നിന്റെ 4-digit നമ്പറിനെ ഉപയോഗിച്ചുള്ള 4 subtraction, 4 multiplication, 4 addition and subtraction, ഈ 4 പ്രോസസ്സും 10 എണ്ണം വെച്ച് ചെയ്തിട്ട് വരണം. 4-digit നമ്പേഴ്സിന്റെ 1 2 അല്ല. നിങ്ങൾ 3rd 4th സ്റ്റാൻഡേർഡിൽ കയറി. സോ 4th digit നമ്പർ ഉള്ള 10 അഡീഷൻ ചെയ്യണം, 10 സബ്സ്ട്രാക്ഷൻ ചെയ്യണം, 10 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, 10 ഡിവിഷനും ചെയ്തിട്ട് വരണം. കൂടാതെ 1 to 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓരോന്നും 5 തവണ. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതാണ്. സോ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഇല്ലാത്തവർ ഇനി സമയം കണ്ടെത്തിയായിട്ടാലും നോട്ട് ചെയ്തിട്ട് ക്ലാസ്സിലോട്ട് വന്നാൽ മതി ഓഫ്ലൈനിലേക്ക്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലാതെ ആരും കണക്ക് ക്ലാസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി വരണ്ട. വന്നിട്ട് കാര്യമില്ല, വെറുതെ ടൈം വേസ്റ്റ് ആയി പോകും. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? Any doubt? Yes, back side of your math notebook. Safa, where is your uniform? മിസ് ഞാൻ വേറെ വീട്ടിലെ യൂണിഫോം എടുത്തിട്ടാ. Okay. Then read the calendar for the month of July and answer the following questions. Read the calendar for the following month of July and answer the following question. On which day does 26 July fall? On which day? Already there is calendar of July. You can find answer from it. On which day does 26 July fall? 26 July വരുന്നത് ഏത് ദിവസമാണ്? സാറ്റർഡേ. Okay, that is Saturday അല്ലേ? Then don't answer. ഞാൻ ചോദിക്കും, അവർ മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ നമ്മുടെ ജോമലാണ് തോന്നല്ലോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ. On which day does 3rd July falls? Jomel, on which day
does 3rd July falls? Jomel? Tuesday ആണോ Thursday ആണോ? Then 3rd question, how many weeks are there in July? Joel, how many weeks are there in July? 31. No, question clearly understood the question. How many weeks? Not days. How many weeks are there in July? 5. Please read the calendar. 4. Only 4 weeks are there in July now. Okay. And the remaining 5 days. We need 7 days in a week. Isn't it? 7 days ആയാൽ മാത്രമേ ഒരു വീക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. Next, അതുപോലെ how many Sundays are there in July? ആരാധ്യ, how many Sundays are there in July? ജൂലൈയിൽ എത്ര സൺഡേസ് ഉണ്ട് ആരാധ്യ? 4. Yeah, good. Then 5th question, how many days are there in July? ജൂലൈയിൽ എത്ര ഡേയ്സ് ഉണ്ട്? Then Navami, how many days are there in July? 31. 31. Good. Okay, that is good. Okay, ഇപ്പോൾ തൽക്കാലം ഇത്രയും മതി. നമുക്ക് മിസ് റെക്കോർഡിംഗ് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.